എല്ലാവർക്കും നമസ്കാരം. സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി എൻ്റെ അനിയന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അവന്റെ പേര് അഭിജിത്ത് എന്നാണ്. അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അവന് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല റിച്ച് ഫ്ലേവറും ഉള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പനീർ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു സ്മൂത്ത് പേസ്റ്റ് തയ്യാറാക്കുക. തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടിലേക്ക് 150 ഗ്രാം പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീറിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 പീസ് ബേ ലീഫ്, 1 പീസ് പട്ടയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. നെക്സ്റ്റ് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 കാഷ്യൂ നട്ട്സും ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ നന്നായി വെന്തതിന് ശേഷം നമുക്കതിനെ ഗ്രൈൻഡ് ചെയ്തൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തക്കാളിയുടെയും സവാളയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഗ്രേവി ഇനി 10 to 15 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. എന്നാലേ നമ്മളുടെ കറിക്കൊരു നല്ല ഡാർക്ക് ഓറഞ്ച് കളർ കിട്ടത്തുള്ളൂ. ടെൻ ടു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ഗ്രേവി നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിട്ടുണ്ട്. നല്ല ഓയിലൊക്കെ റിലീസായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പനീർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സും കൂടി ഇത് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഏറ്റവും അവസാനമാണ് ചേർക്കേണ്ടത്. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം ഇത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഷ് ക്രീം ചിലപ്പം പിരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കറിക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നല്ല റിച്ച് ഫ്ലേവറും കിട്ടും. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അങ്ങനെ ഫൈനലി നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിത് നന്നായി സെർവ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ വീഡിയോസ് കാണാനും പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.